കോടതിക്ക് ലഭിക്കും. ഇപ്പോൾ ബഹുമാനപ്പെട്ട അതിൻ്റെ വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. വളരെ പ്രത്യാഘാതമുണ്ട നല്ലൊരു വിധിയാണ്. ഇതിൽ പ്രോസിക്യൂഷൻ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ദാരുണ കൊലപാതകത്തിൽ വിധി പറഞ്ഞിരിക്കുകയാണ്. വളരെ സന്തോഷം. ഇപ്പോൾ പറഞ്ഞ വിധി പ്രകാരം 302 വകുപ്പ് പ്രകാരവും അതുപോലെ തന്നെ 449 IPC പ്രകാരവുമാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ വിധിയിൽ 449 വകുപ്പ് പ്രകാരമുള്ള വിധി പ്രസ്താവിച്ചത് 10 വർഷം തടവും അതുപോലെ തന്നെ 25,000 രൂപ പിഴയും അടക്കാനാണ്. പിഴയടച്ചില്ല എങ്കിൽ 1 മാസം. അതുപോലെ തന്നെ 302 കൊലപാതകത്തിനുള്ള ശിക്ഷ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ജീവിതാന്ത്യം വരെ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കഠിന തടവ് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ 2 ലക്ഷം രൂപ പിഴയുമുണ്ട്. ഈ പിഴയടച്ചില്ല എങ്കിൽ 6 മാസം കൂടി തടവിന് കഴിയണം എന്നാണ് ഇപ്പോൾ കോടതിയുടെ വിധിയിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. വിശദമായ കാര്യങ്ങൾ വിധി പഠിച്ചതിന് ശേഷം പറയാം എന്നാണ് തോന്നുന്നത്. ഏതായാലും കിട്ടിയിട്ടില്ല. പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു. അതെ, പരമാവധി ശിക്ഷ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വിധിയായിരുന്നു. ഏതായാലും അത് പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ഒന്നുകിൽ ലൈഫ് അല്ലെ ഡെത്താണ്. അപ്പോൾ ലൈഫ് കൊടുത്തിരിക്കുക. ചിലപ്പോൾ മറ്റേതെങ്കിലും മാനദണ്ഡത്താലായിരിക്കാം പ്രോസിക്യൂഷൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഡെത്ത് പണിഷ്മെൻറ്റ് കൊടുക്കാതിരുന്നത്. ഏതായാലും വളരെ സന്തോഷമുണ്ട്, സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ കാര്യത്തിലും. ഏതായാലും കോടതി വിധിയെ സ്നേഹത്തോട് ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. കൺകറന്റ് എന്നാണ് പറഞ്ഞത്. ഒന്നിച്ചനുഭവിച്ചാൽ മതി എന്നാണ് കോടതി വിധിയിൽ ഇപ്പോൾ പറഞ്ഞത്. ഒന്നിച്ചനുഭവിച്ചാൽ ലൈഫ് എന്ന് പറയുന്നത് ജീവിതാവസാനം വരെയാണ്, അല്ലാതെ പ്രത്യേക ടേമൊന്നും പറഞ്ഞിട്ടില്ല. അത് പിന്നീട് അതിൻ്റെ ജയിൽ അതോറിറ്റി അതുപോലെ തന്നെ ഗവൺമെൻറ് ഒക്കെ തീരുമാനിക്കുന്നതാണ് മറ്റു കാലയളവ്. ഏതായാലും ജീവിതാന്ത്യം വരെയാണ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ നിയമം മൂലം നിഷ്കർഷിച്ചത്. 2 വകുപ്പുകളുടെ പിഴത്തുക കൂടി എന്ന് പറയുമ്പോൾ സാർ 2 ലക്ഷം രൂപയാണ് 302 വകുപ്പ് പ്രകാരം കുടുംബത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും 2 ലക്ഷം രൂപയാണ് അതിൻ്റെ ഫൈന് ചുമത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 449 വകുപ്പ് പ്രകാരം 25,000 രൂപയാണ് ഫൈന് ചുമത്തിയിട്ടുള്ളത്. അതെ, അത് വിധി പഠിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ. എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ്റെ വാദം ആ രീതിയിലുള്ള വാദം കോടതി അംഗീകരിക്കാതിരുന്നത്? വിധി പഠിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ പണം അടച്ചില്ലെങ്കിൽ അതിനുശേഷം 6 മാസവും അതുപോലെ തന്നെ 1 മാസവും കൂടി അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരും.